IUI പ്രൊസീജിയറിന്റെ കൂടുതൽ സക്സസ് കിട്ടാനുള്ള ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് വൈഫിന്റെ ഏജ് ആണ്. ഏജ് 35 ഇയേഴ്സിന് താഴെയാണ്, AMH കൗണ്ട് നോർമലാണ്, ഇങ്ങനെയുള്ളവർക്ക് നമുക്ക് കുറച്ചുകൂടെ സക്സസ് റേറ്റ് കൂടുതലാണ്. അതുപോലെ തന്നെ ഹസ്ബൻഡിന്റെ സ്പേം പാരാമീറ്റേഴ്സ് തീരെ കുറവല്ല, ഒരു 10 മില്യണോ അല്ലെങ്കിൽ ഒരു 7-8 മില്യണോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സക്സസ് റേറ്റ് ഉണ്ട്. സ്പേമിന്റെ കൗണ്ട് ഒരു 1-2 മില്യൺ ഒക്കെ ഉള്ളൂ എങ്കിൽ നമ്മൾ IUI ചെയ്തിട്ട് ഒരു കാര്യമില്ല. അവർക്ക് IVF പ്രൊസീജിയർ തന്നെ, IVF ഫിക്സി പ്രൊസീജിയർ തന്നെ വേണ്ടി വരാം. പിന്നുള്ളത് ചില കേസിൽ അൺഎക്സ്പ്ലെയിൻ ഇൻഫെർട്ടിലിറ്റിയിലും ചിലപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് IUI ചെയ്തിട്ടും ചിലപ്പോൾ സക്സസ് അങ്ങനെ കാണാറില്ല. സിവിയർ സെർവൈക്കൽ ഫാക്ടേഴ്സ്, മ്യൂക്കസിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, സെർവിക്സിന് സർജറീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ളവരിലും പിന്നെ സിവിയർ PCOD ഉള്ളവരിലും സിവിയർ എൻഡോമെട്രോസിസ് ഉള്ളവരിലൊന്നും നമ്മൾ IUI ചെയ്തിട്ട് അത്ര സക്സസ് നമുക്ക് കിട്ടാറില്ല. പിന്നെ സക്സസിനെ ബാധിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് ലാബിന്റെ സെറ്റിങ്സ്. നല്ലൊരു നമ്മളൊരു IVF ഒക്കെ ചെയ്യുന്ന ലാബിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്ത് IUI ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. എന്നാൽ ലാബിന്റെ ടെമ്പറേച്ചർ സെറ്റിങ്സും അതിനകത്ത് ഉപയോഗിക്കുന്ന റിയേജൻസും മീഡിയം എല്ലാം അതനുസരിച്ച് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഫെലോപ്പിൻ ട്യൂബിന്റെ പേറ്റൻസി നോക്കണം. അറ്റ്ലീസ്റ്റ് ഒരു ഫെലോപ്പിൻ ട്യൂബ് എങ്കിലും പേറ്റന്റ് ആയിട്ടുള്ള ആർക്കാണ് നമ്മൾ IUI ചെയ്തിട്ട് സക്സസ് റേറ്റ് കിട്ടുള്ളൂ.